45 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മൂവാറ്റുപുഴയാർ വീണ്ടും ആവേശകരമായ വള്ളംകളിക്ക് വേദിയായി. മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിക്കുന്ന ത്രിവേണി ഓണം ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വള്ളംകളി കാണാൻ നദിയുടെ ഇരുകരകളിലും വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. ഡീൻ കുര്യാക്കോസ് MP വള്ളംകളി ഉദ്ഘാടനം ചെയ്തു. 45 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മൂവാറ്റുപുഴയാർ വീണ്ടും ആവേശകരമായ വള്ളംകളിക്ക് വേദിയായത്. മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച ത്രിവേണി ഓണമാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വള്ളംകളി കാണാൻ നദിയുടെ ഇരുഭാഗങ്ങളിലും വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. ഓണാഘോഷത്തിന് ആവേശം പകർന്ന ജലോത്സവം നഗരത്തിന് ഉത്സവാന്തരീക്ഷം സമ്മാനിച്ചു. മൂവാറ്റുപുഴയാറിന്റെ ഓളപ്പരപ്പിൽ ചുണ്ടൻ വള്ളങ്ങളും മറ്റു വള്ളങ്ങളും നിറഞ്ഞതോടെ മത്സരം ആവേശകരമായി. അങ്ങനെ ബ്രഹ്മപ്പുഴയും തത്വമസിയും രണ്ടാം ഹീറ്റ്സിൽ ഇവിടെ കഴിഞ്ഞു പോകുന്നു. ഇനിയും സന്തോഷ വാർത്ത വിവിധ ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ 6 റൗണ്ടുകളിലായാണ് വള്ളംകളി നടന്നത്. ഓരോ റൗണ്ടിലും വാശിയേറിയ പോരാട്ടമാണ് അരങ്ങേറിയത്. വള്ളങ്ങളുടെ കുതിപ്പിനൊപ്പം കാണികളുടെ ആവേശവും ഉയർന്നു. വള്ളംകളി കാണുന്നതിനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് എത്തിയത്. നദിയുടെ ഇരുകരകളിലും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം മത്സരത്തിന് ആവേശം പകർന്നു. ഏറെക്കാലത്തിനു ശേഷം മൂവാറ്റുപുഴയാർ വീണ്ടും ജലോത്സവത്തിന് വേദിയായത് നാട്ടുകാർക്കും ആഘോഷത്തിന്റെ ഭാഗമായി എത്തിയവർക്കും വേറിട്ട അനുഭവമായി. ഡീൻ കുര്യാക്കോസ് MP വള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴയിൽ പുന്നമളക്കായലിൽ നടന്നതായ നെഹ്റു ട്രോഫി വള്ളംകളി അതിപ്രസിദ്ധമാണ്. അപ്പോ പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ 981 മൂവാറ്റുപുഴയിൽ ത്രിവേണി സംഗമത്തിൽ ഈ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള ആഗ്രഹമനുസരിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയായി എല്ലാ മേഖലയിൽ നിന്നുമുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടി അമ്മറിക്കൽ വലിയതായ ജലമേള നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴയിൽ പുന്നമളക്കായിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നിട്ടുണ്ട് എങ്കിൽ അത് മൂവാറ്റുപുഴയിലും സാധ്യമാണ് എന്ന് ആ കാലഘട്ടത്തിൽ തെളിയിച്ച അന്നത്തെ ജലമേളയ്ക്ക് നേതൃത്വം നൽകിയ അന്നത്തെ മുനിസിപ്പൽ ഭരണസമിതിയുടെയും അന്നത്തെ സംഘാടക സമിതിയെയും ഈ നാടിനെയും ഈ നാട്ടാരെയും സാക്ഷി നിർത്തി ഒരു വേള അനുസ്മരിക്കാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്.
ഒരു പക്ഷേ ഇന്ന് ഈ ജലമേള ഇവിടെ സംഘടിപ്പിക്കുവാൻ കാരണമായതും ആ കാലഘട്ടത്തിന്റെ തീരുമാനമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓണത്തിന്റെ പാരമ്പര്യവും നാടിന്റെ കൂട്ടായ്മയും ആഘോഷമാക്കിയ ത്രിവേണി ഓണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വള്ളംകളി മൂവാറ്റുപുഴയുടെ സാംസ്കാരിക വിനോദരംഗത്തിന് പുതിയ ഉണർവ് നൽകുമെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. മാത്യു കുഴൽനാടൻ MLA, മുനിസിപ്പൽ വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം, RDO അബ്ബാസ് A, നഗരസഭാ കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിലും ഇത്തരം ജലോത്സവങ്ങൾ സംഘടിപ്പിച്ച് മൂവാറ്റുപുഴയാറിനെ കൂടുതൽ സജീവമായ വിനോദസഞ്ചാര ആഘോഷ കേന്ദ്രമാക്കി മാറ്റാനാണ് തീരുമാനം. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.